കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ 11 മുതൽ 20 വരെ സ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ 10 പട്ടണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. 20ാമത്തേത് അഞ്ചരക്കണ്ടി. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും 18 കിലോമീറ്റർ വീതം ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. കണ്ണൂർ എയർപോർട്ടിലേക്ക് 9 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്നുള്ളൂ. 19ാമത്തേത് മയ്യിൽ. കണ്ണൂരിൽ നിന്നും 20 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും 15 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവിലേക്ക് ഇവിടെ നിന്നും 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തളിപ്പറമ്പ് താലൂക്കിലാണ് മയ്യിൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മയ്യിൽ. പതിനെട്ടാമത്തേത് ചാലോട്. കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിലേക്ക് പോകുന്ന റൂട്ടിൽ 18 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ചാലോട് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചാലോട്. കണ്ണൂർ, ഇരിക്കൂർ, മട്ടന്നൂർ, അഞ്ചരക്കണ്ടി എന്നീ 4 ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റിയ ഒരു ജംഗ്ഷനാണ് ചാലോട്. കണ്ണൂർ എയർപോർട്ടിലേക്ക് 9 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്നുള്ളൂ. 17ാമത്തേത് കേളകം. ഇരിട്ടി താലൂക്കിലാണ് കേളകം ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കേളകം. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരമ്പലത്തിലേക്ക് ഇവിടെ നിന്നും 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വയനാട് മാനന്തവാടിയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് കേളകം ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും 58 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും 48 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. മലയോര ഹൈവേ കേളകം ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട്. 16ാമത്തേത് ഇരിക്കൂർ. തളിപ്പറമ്പ് താലൂക്കിലാണ് ഇരിക്കൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇരിക്കൂർ. മാമാനത്തമ്പലവും നിലാമുറ്റം മക്കാമും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും 30 കിലോമീറ്റർ വീതം ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. തളിപ്പറമ്പ് ഇരിട്ടി റോഡിലാണ് ഇരിക്കൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. പതിനഞ്ചാമത്തേത് ആലക്കോട്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് ആലക്കോട് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ആലക്കോട്. തളിപ്പറമ്പ് താലൂക്കിലാണ് ആലക്കോട് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. മലയോര ഹൈവേ ആലക്കോട് ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴി 45 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 14ാമത്തേത് പയ്യാവൂർ. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് പയ്യാവൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പയ്യാവൂർ. മലയോര ഹൈവേ പയ്യാവൂർ ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട്. തളിപ്പറമ്പ് താലൂക്കിലാണ് പയ്യാവൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും 45 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. 13ാമത്തേത് ചെറുപുഴ. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് ചെറുപുഴ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. മലയോര ഹൈവേ ചെറുപുഴ ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട്. പയ്യന്നൂർ താലൂക്കിലാണ് ചെറുപുഴ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ചെറുപുഴ.
കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. പയ്യന്നൂരിൽ നിന്നും 32 കിലോമീറ്ററും കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് വഴി 58 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. 12ാമത്തേത് പേരാവൂർ. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് പേരാവൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പേരാവൂർ. വയനാട് മാനന്തവാടിയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇരിട്ടി താലൂക്കിലാണ് പേരാവൂർ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരമ്പലത്തിലേക്ക് ഇവിടെ നിന്നും 18 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. മലയോര ഹൈവേ പേരാവൂർ ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും 49 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും 44 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. 11ാമത്തേത് ചക്കരക്കൽ. കണ്ണൂരിൽ നിന്നും 14 കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത്. കണ്ണൂർ, ചാലോട്, മട്ടന്നൂർ, കൂത്തുപറമ്പ്, അഞ്ചരക്കണ്ടി, തലശ്ശേരി എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. കണ്ണൂർ എയർപോർട്ടിലേക്ക് 12 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടുന്നുള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.